ഇത് സ്റ്റുഡൻസിൻ്റെ പാർട്ടിയിൽ നിന്ന് റിക്വസ്റ്റ് വന്നുകൊണ്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം, ക്വിക്കായിട്ട് നോക്കിപ്പോൾ. പൊതുവേ ഞാൻ ഓരോ മൊഡ്യൂളിനും ഓരോ വീഡിയോ ആണ് ചെയ്തിട്ടിരുന്നത്, അതിലേക്കൊന്നും പോകുന്നില്ല, പെട്ടെന്നൊന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പിന്നെ രണ്ടാമത് അവർ ചോദിച്ചൊരു കാര്യം ഇൻഡയറക്റ്റായിട്ട് എങ്ങനെ ചോദിക്കാമെന്നുള്ളതിനെക്കുറിച്ച് കൂടെ ഒന്ന് പറയാമെന്നുള്ളതാണ്. ഇൻഡയറക്റ്റായിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച സാധനങ്ങളുടെ ആപ്ലിക്കേഷനായിരിക്കും ചോദിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു കീവേഡായിട്ട് വന്നിട്ടുണ്ടാവും. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഇലാബറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ എന്താണ് ഈ പറയും പോലെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് പോകുന്നു. നേച്ചർ എന്താണ്, സ്കോപ്പ് എന്താണ്, ഫംഗ്ഷൻ എന്താണ്, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് മാർക്കറ്റിംഗ് മിക്സ് എന്താണ്, 7 Ps എന്താണെന്നുള്ളതാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും വിട്ട് കളയരുത്. പിന്നെ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്, പ്രൊഡക്റ്റ് കോൺസെപ്റ്റ്, സെല്ലിംഗ് കോൺസെപ്റ്റ്, അതൊക്കെ പണ്ട് കാലം മുതലേ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ആ കഥയൊന്നും സംസാരിക്കാൻ നിൽക്കത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സിനെയാണ് മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് ടോട്ടലായിട്ട് പറയുന്നത്. അതിൻ്റെ അകത്ത് എന്തുണ്ട്, അതെ, ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആർ അണ്ടർ അവർ കൺട്രോൾ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തല്ല നമ്മുടെ കൺട്രോളിലല്ല. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ 2 ക്ലാസിഫിക്കേഷനാണ്, മൈക്രോയും മാക്രോ എന്ന് പറയുന്നത്. STP, ഇത് ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച സാധനമാണ്. സെഗ്മെൻറ്റേഷൻ, ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ്. സെഗ്മെൻറ്റേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റിനെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റുകളാക്കി മാറ്റുക. അതിൻ്റെ ഉപയോഗം എന്താണെന്നൊക്കെ ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അതൊന്ന് മനസ്സിലാക്കുക. അപ്പം ഒരു ആപ്ലിക്കേഷൻ തലത്തിലൊക്കെ ചോദിക്കാൻ പറ്റുന്ന സാധനമാണ്. എന്താണ് അതിൻ്റെ നീഡ്, എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ടാർഗറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, പൊസിഷനിങ് പലയിടത്തും ചോദിച്ച് കണ്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊസിഷനിങ്ങിൻ്റെ ക്രൈറ്റീരിയ എന്താണ്, ഈ സ്ട്രാറ്റജീസ് എന്താണ്, ഒരുപാടത്തെ ചോദിച്ചിട്ടുണ്ട്. സ്ട്രാറ്റജിയൊക്കെ ആപ്ലിക്കേഷൻ തലത്തിൽ ചോദിക്കുക. അതായത് ഇന്നൊരു കമ്പനി ഇന്നൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നു, അപ്പോൾ അതിൻ്റെ പൊസിഷനിങ്ങിന് എന്തൊക്കെ സ്ട്രാറ്റജി ഉപയോഗിക്കാം എന്നുള്ളൊരു ചോദ്യം വരാം. ഓക്കെ, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ സെഗ്മെൻറ്റേഷൻ, അതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ബട്ട് ആപ്ലിക്കേഷൻ തലത്തിൽ പറയുമ്പോൾ പൊസിഷനിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പ്രൊഡക്റ്റ് ഡിസിഷൻ, കോൺസെപ്റ്റ് പ്രൊഡക്റ്റ്, ഓക്കെ, അതൊന്നും വലിയ എന്താണ് ആപ്ലിക്കേഷൻ തലത്തിൽ ചോദിക്കാൻ പറ്റുന്ന സാധനമല്ല. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ലൈഫ് സൈക്കിളിൽ ഓരോ പീരീഡിനും മാർക്കറ്റിങ്ങിന് ഓരോ അപ്രോച്ച് ആയിരിക്കും എടുക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് മാർക്കറ്റിംഗ് എഫേർട്ട് എടുക്കും. ഗ്രോത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് എഫേർട്ട് ഒരല്പം ഒന്ന് കുറയ്ക്കും. ആ സ്റ്റാഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിംഗ് എഫേർട്ടേ ഇടത്തില്ല. നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നത്തിങ് ഈസ് ഗോയിങ് ടു ബി റിഫ്ലക്റ്റ് ഓൺ ദാറ്റ്. പിന്നെ പ്രൊഡക്റ്റ് ഇടിയാൻ തുടങ്ങും, അപ്പോൾ നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ കോസ്റ്റ് കുറയ്ക്കും. പിന്നെ അവിടെ നിന്ന് റിവൈവ് ചെയ്തെടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ പ്രൊഡക്റ്റിൻ്റെ ഓരോ ലൈഫ് സൈക്കിൾ പീരീഡിലും നമ്മൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളൊരു ചോദ്യമുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാക്കേജിങ് ആൻഡ് ലേബലിംഗ്, അതിൻ്റെ യൂസ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ട് ഇതൊക്കെ എന്ത് ചെയ്യാം, ഒരു പ്രത്യേക പ്രൊഡക്റ്റിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ കണ്ട കാര്യം, ഒരു പ്രത്യേക പ്രൊഡക്റ്റിൻ്റെ പേര് പറഞ്ഞിട്ട് ഇന്ന ടൈപ്പ് പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിങ്ങിന് നിങ്ങൾ എന്തൊക്കെ യൂസ് ചെയ്യും, അവിടെ ഈ പറഞ്ഞ പഠിച്ച കാര്യങ്ങളിൽ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്ന് നോക്കാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, പ്രൊമോഷൻ്റെ മിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരാം, സെയിൽസ് പേഴ്സൺ വരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഡിസ്പ്ലേ വരാം, എന്തൊക്കെ കാര്യങ്ങൾ വരാമെന്നുള്ളതൊന്ന് നോക്കുക. മാർക്കറ്റിംഗ് ചാനലും ചോദിച്ചിട്ടുണ്ട് ആപ്ലിക്കേഷൻ തലത്തിൽ, ഈ പറഞ്ഞ പോലെ ഇൻഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇന്നൊരു സാധനം കൊമേഴ്സ് വെബ്സൈറ്റ് ഒരാൾ തുടങ്ങുന്നു, അയാൾക്ക് എന്ത് മാർക്കറ്റിംഗ് ചാനൽ എടുക്കുന്നതാണ് നല്ലത്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ പഠിച്ചുകൊണ്ട് മാത്രമാവുന്നില്ല, എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു ചെറിയൊരു ജ്ഞാനം കൂടെ വേണം. ഓക്കെ, റീസെൻ്റ് ട്രെൻഡ് എന്താണ്, ഗ്രീൻ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇതിനെ പറ്റിയൊന്നും ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടില്ല. ഒരുപക്ഷെ ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു പരിപാടിയാണ്. നിങ്ങൾക്ക് എന്ത് തരം ഒരു ഈ പറയുന്ന പോലെ ഇപ്പോൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ കുറിച്ച് എഴുതാനായിരിക്കില്ല ചോദിക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് ഇപ്പം ഒരാൾ ഒരു പുതിയൊരു ഫോൺ മാർക്കറ്റിലേക്ക് ഇറക്കുന്നു, അത് പല പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയായിരിക്കും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുക എന്ന് പറയും. യഥാർത്ഥത്തിൽ കോമൺ ആയിട്ടൊരു സാധനം നമുക്കുണ്ട്, നമുക്ക് എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതുള്ളൂ. അതിന് എന്തോട്ട് കണക്ട് ചെയ്യുക, ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഒരു ഫോണാണ് മാർക്കറ്റ് ചെയ്യാൻ കൊണ്ടുവന്ന എന്ന കാര്യമായിട്ടൊന്ന് കണക്ട് ചെയ്യുക എന്നുള്ളൊരു പരിപാടി മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഒന്ന് നോട്ടീസ് നോക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ എങ്ങനെയായിരിക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. ഐ വിൽ എക്സ്പ്ലെയിൻ. പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ്, ഒരാളുടെ റിക്വസ്റ്റ് പ്രകാരം ചെയ്തതാണ്. എൻ്റെ മനസ്സിൽ തോന്നി, അല്ലെങ്കിൽ നമ്മൾ പൊതുവേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രീതിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.